പക്ഷേ ടിനി ഒരു എനർജിയാണ്. ശരിക്കും സ്റ്റേജിനൊരു എനർജി വേണം. നമ്മളെപ്പോഴും സ്റ്റേജ് ഷോയിൽ ടിനി എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ കുറേ ഷോ ഇവിടെ എറണാകുളത്തൊക്കെ പല ഷോയും നടത്തിയിട്ടുണ്ട്, ടിനി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞത് ഇപ്പം അന്ന് ജാസി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടിനിക്ക് പണ്ട് തൊട്ട് മ്യൂസിക്കിലാണ് താല്പര്യമെങ്കിലും അല്ല, ജാസി വരുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ കുറേ നിമിത്തങ്ങളല്ലേ, ഈ ശാന്തമീ രാത്രി എന്ന് പറഞ്ഞ ആ പടത്തിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. ആ സിനിമക്ക് അതിൽ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് അപ്പൊ സെലക്ട് ചെയ്യാവുന്ന സാറിന്റെ അസോസിയേറ്റ് ആണ്, വൈറ്റും നമ്മുടെ ഗാർഡിന്റെ ഒക്കെ ഡയറക്ടർ ഹക്കീമ. അപ്പൊ കോളേജിൽ വരുമ്പോൾ നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് ആണ് ബാബുരാജ്, അങ്ങനെ ടീം. അവരന്ന് സിനിമ അഭിനയിച്ചിട്ടുള്ള അപ്പൊ ഇന്ന് പുള്ളിയുടെ സുഹൃത്ത് JP സെലക്ട് ചെയ്തിരുന്നു. പുള്ളിനെ കണ്ട് ഭയങ്കര ഒരു 6'3" ഒക്കെ ഉള്ള ആള്, ഭയങ്കര സുന്ദരനായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ ഇവരെ സെലക്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം എലൈറ്റിൽ വരാൻ പറഞ്ഞിട്ട് നമുക്കൊന്നും സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ആ പടം ഇറങ്ങാൻ വേണ്ടി ജോണി വാക്കർ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ സെലക്ഷൻ അവിടെ ചെന്നിട്ട് പുള്ളിയുടെ നിന്ന് കള്ളും മേടിച്ചു പിടിച്ചിട്ട് പുള്ളിനെ വിട്ട് കളഞ്ഞു. ഞാനത് ബാബുരാന് എടുത്ത് ഞാൻ ചോദിച്ചു, ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിക്ക് അന്ന് സിനിമ ചിന്ത പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സെലക്ട് ചെയ്ത പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട്, കാരണം അതൊരു ഭാഗ്യമാണ് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നത്. അന്ന് കയറി കണ്ടിട്ട് അതിപ്പോൾ കാണിച്ചാലും, ആ ജോണി വാക്കർ എന്ന സിനിമ ഇപ്പോൾ കാണിച്ചാലും, ഈ പബ്ബും ഇതൊക്കെ അന്ന് ആ സാമിയുടെ വരവും എല്ലാം ഇപ്പോഴും, അതായത് ഇപ്പോഴാണ് ഇലുമിനാട്ടി എന്നൊക്കെ പറയുന്നത്, പക്ഷെ നമ്മളതിൽ ആ സാറ്റൻ സേവയും മറ്റു സാറ്റൻ ആ ടീമിൻ്റെ ഒക്കെ സാറ് അന്ന് പിക്ചറൈസ് ചെയ്തു. സാറാണ് ഇതിനൊക്കെ പ്രചോദകം ആയതെന്നോ എനിക്ക് സംശയം. ഇപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്താലും ഇപ്പൊ ആ സിനിമ കാണിച്ചാലും അത് റിലീസ് ചെയ്താലും ആൾക്കാർ ഈ ട്രെൻഡിന്റെ ഒപ്പം നിൽക്കും. അതൊരു ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ ഞാൻ പെട്ടതല്ല, എൻ്റെ ഭാഗ്യമായിട്ടാണ്. ഇതിൽ പറഞ്ഞില്ല, ഞാൻ പെട്ടതല്ല, ഞാൻ കേറിയതാണ് സാറിൻ്റെ ടീമിൽ. അതുപോലെ തന്നെ ജാസിയുടെ ഒരു സ്റ്റേജിലെ ഒരു പ്രസൻസ് ഭയങ്കര, പ്രത്യേകിച്ചും ലജ്ജാവതിയെ പാടും. ഇപ്പോഴും അവസാനത്തെ പാട്ടായിട്ട് ലജ്ജാവതിയെ പലരും വെക്കുന്നത്. കാരണം അത് പാടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാട്ട് അതിൻ്റെ മേലെ വന്ന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അല്ല, നമ്മളിപ്പോൾ സ്റ്റേജ് ഷോയിൽ ലിസ്റ്റ് ഇടുമ്പോഴും ലജ്ജാവതി ഒരു ഹൈലൈറ്റ് ആണ്. ആൾക്കാര് ഓൾജൻ സോങ് ആണത്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരും, എൻ്റെ മോൻ ഗിറ്റാറൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ അവനൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ട്, അതിൻ്റെ കോഡ്സ് വായിക്കാനും ഇതൊക്കെ വായിക്കാനും. അപ്പോൾ അത് വൺസ് ഇൻ എ വൈൽ ഉണ്ടാവുന്ന ഒരു അത്ഭുതമാണ്. അവരോടൊപ്പം സഹകരിക്കാൻ പറ്റും. ഈ ശാന്തരാത്രിയിൽ 7 പാട്ട്, ആ മാർഗഴി എന്നുള്ള പാട്ട് നമ്മളെ ഹോണ്ടിങ് ആണ്, ഭയങ്കര രസമാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ 7 പാട്ട് ചെയ്തിട്ടും മോഡേൺ പാട്ടുകൾ ഒരുപാടുണ്ടായിട്ടും അതിലെ മെലഡിയാണ് ഇപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മാർഗഴി എന്നുള്ള പാട്ട്. അത് ജാസി തന്നെ പാടിയിരിക്കുന്നത്. അത് 2 ലൈൻ നമുക്ക് വേണം തീരാറാകുമ്പോൾ. ഇവരുടെ കൂടെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ ഇരിക്കുന്നുണ്ട്, ഇത്രയും സീനിയർ ആളുകളുടെ അടുത്താണ്. അപ്പോൾ ലൊക്കേഷനും ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ലൊക്കേഷനിൽ നമുക്ക് ഓർമ്മയിൽപ്പെടുത്തുന്ന ഇവരെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഒത്തിരി കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. അവനധികം കഥയായിട്ടില്ല, ഒന്നും മരുഭൂമിയിലായിരുന്നു, ഇത് ഫുൾ ഹൈ റേഞ്ച് ആയിരുന്നു. അതുകൊണ്ട് അത് ഇടപെടലില്ല. മറ്റേത് മൊത്തം മരുഭൂമിയും ഇത് നല്ല പച്ചപ്പുമായിരുന്നു. പച്ച കൂടി പോയി, മഞ്ഞയിൽ നിന്ന് പച്ചയിലേക്കാണ്, മഞ്ഞ കളറിൽ നിന്ന് പച്ച കളറില്ല, ഗ്രേഡ് മാറി. എങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇവരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ, അങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ലൊക്കേഷനിൽ വെറുതെ ഇരിക്കുമ്പോൾ. ജയരാജ് സാർ പറഞ്ഞാണെങ്കിൽ, ടിനി പറഞ്ഞാണെങ്കിൽ ഒരു സംഭവം ഒന്ന് ഓർമ്മയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ എല്ലാവരുടെ കൂടി നമ്മളിങ്ങനെ ഓരോ സമയങ്ങളിലിരുന്നു. ഒരു ദിവസം ടിനിച്ചാറ് നമ്മളൊരു ദിവസം ഇരുന്ന് നമ്മള് പുതിയ ഫാഷനുകളെ പറ്റി സംസാരിച്ചവരുണ്ട്. അതെ, ഞാൻ അവന് കുറെ ഉപദേശവും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു അപ്ഡേഷൻ 2.0 ടിനിയുടെ ഉപദേശമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.